ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമുക്കിന്ന് നല്ലൊരു കിടിലൻ ഹൊറർ മൂവിയുടെ കഥ കേട്ടാലോ. സുമതി വളവ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സ്ഥലത്തിനെ പറ്റി പല കഥകളും കേൾക്കുന്നുണ്ട്. എന്നാൽ അങ്ങ് ഇന്തോനേഷ്യയിലും ഇതുപോലൊരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് അലാസ് റൊബാൻ. രാത്രി കാലങ്ങളിൽ അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനെയും അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിനെയും അവിടെയുള്ള ചില ആൾക്കാർ പിടിച്ചു കെട്ടും. ശരിക്കും കാടിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ ആ വളവിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ മറഞ്ഞിരിക്കുന്ന ദുരൂഹതകൾ അതെന്താണ്, ഈ കഥയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ കഥയാണ്. അപ്പൊ നേരെ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ തുടക്കത്തിൽ അർദ്ധരാത്രിയിൽ ആളൊഴിഞ്ഞ ഒരു വഴിയിലൂടെ ഒറ്റയ്ക്ക് രാത്രിയിൽ ഒരാൾ ഒരു ബൈക്ക് ഓടിച്ചു വരികയാണ്. എന്നാൽ പെട്ടെന്ന് നടുക്കാടിലെത്തിയപ്പോൾ അവന്റെ ബൈക്കിന് എന്തോ ഒരു കംപ്ലൈന്റ് വന്ന് ബൈക്ക് ഓഫായി പോവാണ്. അവൻ വേഗം തന്നെ ആ ബൈക്ക് ആ റോഡിനരികിലേക്ക് സൈഡാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ചെറിയൊരു കുമിട്ടിക്കട കാണുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളോട് പോയിട്ട് ഒരു പ്ലെയർ തരുമോ, ഇപ്പൊ തരാം, എന്റെ വണ്ടി ഒന്ന് നിന്നുപോയി, ഒന്ന് ശരിയാക്കാനെന്ന് പറയണം. അയാൾ ആ ഒരു പ്ലെയർ കൊടുത്തു. അതുമായിട്ട് ചെന്ന് അയാളുടെ ബൈക്ക് നന്നാക്കി. ഇതിനുശേഷം ആ പ്ലെയർ കൊടുക്കാനായിട്ട് തിരിഞ്ഞ സമയത്ത് അവിടെ ആ ഒരു കട കാണാനില്ല. അവിടെ ഒന്നും തന്നെയില്ല, ഒരു വെളിച്ചമില്ല, കൂരിയിട്ട് ഇവനാകെ പേടിച്ചു പോയി. പിന്നീട് ഒന്നും നോക്കിയില്ല, ബൈക്ക് വേഗം സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓടിച്ചു പോകണം. ഇതേ നേരം തന്നെ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലോറിക്കാരൻ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞുണ്ട്. അതുകൊണ്ട് മുന്നിലെ കാഴ്ച അത്ര വ്യക്തമായിട്ടൊന്നും ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഇയാൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ആ കാടിന്റെ രണ്ട് ഭാഗത്തായിട്ട് ആരൊക്കെയോ നിൽക്കുന്നത് ഇയാൾ കണ്ടു. ഇയാൾ ആകെ പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെ വേഗം ഇവിടുന്ന് കടക്കാൻ വേണ്ടി അയാൾ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. ഇതേ സമയത്തിന് ബൈക്കുമായിട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനിപ്പോ തോന്നുകയാണ് അവന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന്. അതിപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെകുത്താൻ, ഒരു പിശാച്. അത് അവന്റെ ബൈക്കിന്റെ പിന്നിലിരിക്കുകയാണ്. അവനാകെ പേടിച്ചുപോയി. മിററിലൂടെ നോക്കിയ സമയത്ത് ഈന്ന് പറഞ്ഞിട്ട് അവനെയും നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. ഇത് കണ്ട് അവനാകെ പേടിച്ചു പോയി. വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടുകയാണ്. ഇതേ നേരം തന്നെ ടെമ്പോയിൽ വരുന്ന ആള് കോടമഞ്ഞുള്ളത് കൊണ്ട് മുന്നിൽ എന്താണെന്ന് അയാൾക്കും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ബൈക്കും ഈ ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിക്കുകയാണ്. ബൈക്കിലുണ്ടായിരുന്ന ആള് താഴേക്ക് വീഴുന്നുണ്ട്. മാത്രമല്ല അവന്റെ തലയിലൂടെ ഈ ലോറി കയറി ഇറങ്ങി അവന്റെ തല പൊട്ടിപ്പോവുകയാണ്. പക്ഷേ മറ്റേ ആൾ എങ്ങനെയോ രക്ഷപ്പെട്ടു കേട്ടോ. എന്തായാലും ഈ സംഭവം നടന്ന കാടിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് അലാസ് റൊബാൻ, അതായത് ഇന്തോനേഷ്യൻ സുമതി വളവ്. ദുരൂഹമായ സാഹചര്യത്തിൽ ഇവിടെ വെച്ച് ഒരുപാട് ആൾക്കാർ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇതിന്റെ രഹസ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. പലർക്കും ഇതിലൂടെ പോകാൻ തന്നെ പേടിയാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്നവരാരും രാത്രിയിൽ ഇതിലൂടെ പോകാറേയില്ല. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ ഒരു അമ്മയും മകളെയും കാണിക്കുകയാണ്. അമ്മയുടെ പേര് ലൂയിസ്, അതുപോലെ തന്നെ മകളുടെ പേര് ഹന്ന. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ഇപ്പോഴും പറയാണ്, ഈ ചൈനീസ്, ഇന്തോനേഷ്യൻ, ജാപ്പനീസ് മൂവിയിലെ കഥാപാത്രങ്ങളുടെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും എനിക്ക് പറയാൻ എളുപ്പത്തിലും ഞാൻ അവരുടെ പേരുകൾ മാറ്റും. അപ്പൊ ഓക്കെ, ഇപ്പൊ ലൂയിസിനെയും ലൂയിസിന്റെ മകളായിട്ടുള്ള ഹന്നയും കാണിക്കുകയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ബസ് സ്റ്റാൻഡിലെത്തി. മകളായിട്ടുള്ള ഹന്നെ അവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ലൂയിസ് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം. എന്നാൽ ഈ ഹന്നയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ശരിയായ രീതിയിൽ അവൾക്ക് കാഴ്ചയില്ല. ഒരു 10% മാത്രമേ അവൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ ഹന്നെ അവിടെ നിർത്തിയിട്ടാണ് ലൂയിസ് പോയത്. ഇപ്പൊ ഹന്ന ഒരു ഇച്ചിരി മുന്നോട്ടേക്ക് നടന്നപ്പോൾ അതിലൂടെ എന്തോ ഭക്ഷണം മേടിച്ച് വരുന്ന ഒരാളുടെ ദേഹത്ത് അറിയാതെ തട്ടിപ്പോവാണ്. അയാളുടെ കയ്യിൽ നിന്നും അതെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അപ്പൊ തന്നെ ടിക്കറ്റ് എടുക്കാൻ പോയ ലൂയിസ് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അയ്യോ ക്ഷമിക്കണം കേട്ടോ, എന്റെ മകൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അറിയാതെ പറ്റിയതാ എന്നൊക്കെ പറയുന്നുണ്ട്. പാവം നമ്മുടെ ഹന്നയാണെങ്കിൽ പേടിച്ച് അവളങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ആള് പറയാണ്, നിങ്ങളുടെ ക്ഷമ ആർക്ക് വേണം, എന്റെ സാധനം മുഴുവൻ താഴെ പോയില്ലേ. ഇപ്പൊ ലൂയിസ് വേഗം തന്നെ അവളുടെ പേഴ്സിൽ നിന്നും ഒരു ഇച്ചിരി കാശ് എടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലൂയിസിന്റെ കയ്യിൽ കാശൊന്നും ഇല്ല അധികം. എന്തായാലും ഇതിനുശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആയിട്ടുണ്ട്. അയാളോട് കാല് പിടിച്ച് പറയുന്നത് പോലെ ലൂയിസ് പറയുന്നുണ്ട്, പ്ലീസ് ഇന്ന് എനിക്ക് പോയേ മതിയാവുള്ളൂ, നാളെ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്, പ്ലീസ് ഒരു 2 ടിക്കറ്റ് എനിക്ക് തരുമെന്ന് ചോദിക്കാം. എന്ന് അയാൾ പറയണം, ഇല്ല സമയം കഴിഞ്ഞു പോയി, വേണമെങ്കിൽ അവിടെ ബസ് നിർത്തിയിട്ടുണ്ട്, കണ്ടക്ടറോട് പോയി ചോദിച്ചോന്ന് പറയണം. അങ്ങനെ ലൂയിസ് മകളായിട്ടുള്ള ഹന്നയും കുട്ടി വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോഴേക്കും ആ ഒരു ബസ് അവിടുന്ന് പോയി. ആ ബസ് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ലൂയിസ് ഇപ്പോൾ മകളുടെ കൈയും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരുത്തം വരുന്നത്. അവന്റെ പേര് ബെല്ല് എന്നാണ്. ഈ ബെല്ല് ചോദിക്കണം, അല്ല എന്താ പറ്റിയത്, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്. ഈ സമയത്ത് ലൂയിസ് പറയണത്, ആ ബസ് പോയില്ലേ, എനിക്ക് അതിൽ കയറേണ്ടതായിരുന്നു, നാളെ നിർബന്ധമായിട്ടും ഒരു ജോലിയിൽ രാവിലെ തന്നെ ജോയിൻ ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ മതിയാവുള്ളൂ. അപ്പൊ ഈ ബെല്ല് പറയണം, അയ്യോ ചേച്ചി, അങ്ങോട്ടേക്കുള്ള അവസാന ബസ്സാണല്ലോ ഇത്, ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പൊ ലൂയിസ് ഈ ബെല്ലിനോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ. ഇപ്പോൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഈ ബെല്ല് പറയാണ്, ചേച്ചി ഒരു വഴിയുണ്ട്, പക്ഷേ ടിക്കറ്റ് ചാർജ് ഡബിൾ ആകും കേട്ടോ. അപ്പോൾ ലൂയിസ് പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് നാളെ എന്തായാലും അവിടെ എത്തണം. അങ്ങനെ ഈ ബെല്ല് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിക്കാരനോട് സംസാരിക്കുകയാണ്. ഇതേ സ്ഥലത്തേക്ക് പോകാനായിട്ട് വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഡബിൾ ആയിട്ടുള്ള കാശ് മേടിച്ച് അവരോട് ആ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി പറയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ബസ് ഡ്രൈവർ വന്നിട്ട് ബെല്ലിനോട് സംസാരിക്കുകയാണ്, എടാ നീ എനിക്കിട്ട് പണി തന്നെയാണല്ലേ, എടാ അതിലൂടെ പോകാൻ ആർക്കും ധൈര്യമില്ല, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്, നീ കേട്ടിട്ടില്ലേ അലാസ് റൊബാൻ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനെ കുറിച്ച്. ഇത് കേട്ടപ്പോൾ ബെല്ല് പറയണം,
പറയാണ് എന്റെ പൊന്നു മണ്ട നിനക്ക് കാശ് വേണോ, കാശ് വാങ്ങ്, എന്നിട്ട് ഈ ട്രിപ്പിന് പോയിട്ട് വാ. അല്ലാതെ പിള്ളേരെ പേടിപ്പിക്കാൻ ഓരോ കഥകൾ ഓരോരുത്തർ പറയുമ്പോൾ അതും കേട്ട് പേടിച്ചങ്ങനെ നിന്നാലേ കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തായാലും ഡ്രൈവർക്ക് ആ വഴി പോകാനായിട്ട് നല്ല പേടിയുണ്ട്, എന്നാലും കാശ് മേടിച്ചു പോയില്ലേ. അങ്ങനെ ബസ് ഇവിടെ എടുക്കുകയാണ്. ഇതേ നേരം ബസ്സിലുണ്ടായിരുന്ന നമ്മുടെ ഹന്നയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അവള് ഭയങ്കര സങ്കടത്തിൽ അമ്മയോട് പറയണം, അമ്മേ ഞാൻ കാരണം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ, ഞാൻ അയാളുടെ ദേഹത്ത് തട്ടിയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ കാശ് പോയല്ലേ, എനിക്കറിയാം അമ്മയുടെ കയ്യിൽ കാശൊന്നുമില്ല. ഇപ്പൊ ലൂയിസ് ഹന്നയോട് പറയണം, മോള് വിഷമിക്കുന്നു വേണ്ട, മോക്കറിയാതെ പറ്റിയതല്ലേ, മോള് നോക്കിക്കോ, അമ്മ ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കാശ് കിട്ടുമല്ലോ, ആ കാശ് കൊണ്ട് നമുക്ക് എന്തായാലും മോളുടെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം കേട്ടോ, അപ്പൊ പിന്നെ മോക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമല്ലോ. ഇതേ നേരം തന്നെ ഹന്ന പറയണം, അമ്മേ എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പാട് എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, എന്റെ അമ്മയെ ആദ്യം കാണണമെന്ന്, കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മയെ കാണാൻ ഭയങ്കര സുന്ദരിയാണെന്ന്. എന്നാൽ ലൂയിസ് പറയണ ഏയ് അച്ഛൻ നുണ പറഞ്ഞതാ, എന്നെക്കാളും സുന്ദരി എന്റെ മോള് തന്നെയാട്ടോ. ഇതും പറഞ്ഞ് മോളെ ഇങ്ങനെ താലോലിക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞു, ബസ് അങ്ങനെ പോവുകയാണ്. നേരം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് അലാസ് റോബ എന്ന് പറഞ്ഞ ആ സ്ഥലം ഉണ്ടല്ലോ, അതിൽ ആ ഒരു കാട്ടിലേക്ക് ഇവരെത്തിയത്. ബസിന്റെ മുന്നിൽ തന്നെ ആ ഒരു ബെല്ലിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാത്രി ആയപ്പോൾ ഡ്രൈവറിന് ചെറിയൊരു പേടി പോലെ. ബെല്ലാണെങ്കിൽ നല്ല ഉറക്കാണ്. അപ്പൊ അവനോട് പറയണം, എടാ ഉറങ്ങലടാ, ഒന്ന് കണ്ണ് തുറന്നിരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, എനിക്ക് പേടിയാവുന്നു പറയണം. എന്നാൽ ബെല്ല് യാതൊരു അനക്കൂല്ലാതെ നല്ല ഉറക്കത്തില്ല. എന്തായാലും ഈ ഡ്രൈവർക്ക് അയാളുടെ പേടിയൊന്നും മാറ്റാനായിട്ട് അയാൾ ഒരു വഴി കണ്ടുപിടിക്കണം. ചുമ്മാ ഹോൺ അടിച്ച് അങ്ങനെ പോവാന്ന്. എന്നാൽ ഹോൺ അടിക്കാൻ നോക്കുമ്പോൾ ഹോണിനാണെങ്കിൽ കംപ്ലൈന്റും ആണ്. ഈ സമയത്താണ് യാത്രക്കാരിൽ ഒരാൾ പറയുന്നത്, അല്ല ചേട്ടാ ഈ വന്ന സ്ഥലത്ത് കൂടെ കുറെ നേരമായില്ല നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അലാസ് റോബാൻ എന്നെഴുതിയ ഒരു ബോർഡ് ഞാൻ പല തവണയായിട്ട് കാണുന്നു, നിങ്ങൾ ഈ സ്ഥലത്ത് കൂടിയാ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ബെല്ല് ഒരു കോയിൻ എടുത്ത് ഇവന്റെ കൈ കൊടുത്തിട്ട് പറയാണ്, ഡാ ഒന്ന് പ്രാർത്ഥിച്ച് ആ കോയിൻ അങ്ങ് ആ റോട്ടിലിട്ടേക്ക്, പിന്നെ എല്ലാം ശരിയായിക്കോളും എന്ന് പറയണം. ആ പയ്യനും അതുപോലെ തന്നെ ചെയ്യാണ്. എന്തായാലും അതിനുശേഷം പിന്നീട് ആ ബോർഡ് അവൻ കണ്ടിട്ടില്ല. പിന്നീട് ഈ ബെല്ല് വീണ്ടും കിടന്നുറങ്ങുകയാണ്. ഡ്രൈവർ ആണെങ്കിൽ പേടിച്ച് ഓടിക്കുന്നത്. ചെറിയ രീതിയിൽ കോടമഞ്ഞുള്ളത് കൊണ്ട് തന്നെ അത്ര വ്യക്തമായിട്ടൊന്നും മുന്നിലെ കാഴ്ചകൾ കാണുന്നില്ല. പെട്ടെന്നാണ് ബസിന്റെ മുന്നിലേക്ക് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് ചാടുന്നത്. തട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും പേടിച്ചു പോയ ഡ്രൈവർ അപ്പൊ തന്നെ ബ്രേക്ക് ഔട്ടുന്നുണ്ട്. പേടിച്ചു പോയ എല്ലാവരും എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും മിണ്ടാതെ വേഗം തന്നെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ ബസിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ചോരക്കൈപ്പാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിന്റെ പല ഭാഗത്തായിട്ട് ഇച്ചിരി ചോരയും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരെയോ തട്ടിയെന്ന് ഡ്രൈവർക്ക് ഉറപ്പായി. ഇയാൾ ആ ചുറ്റുഭാഗം മുഴുവനും വണ്ടിയുടെ അടിയിലൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ആരെയും കാണാനില്ല. എന്നാൽ ഇയാൾ അവ്യക്തമായ ഒരു മുത്തശ്ശിയുടെ രൂപത്തെ കണ്ടായിരുന്നു. എന്തായാലും സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബസ്സിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ബസിന്റെ ടയറും പഞ്ചറായിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് സമയം 8ന്റെ പണി കിട്ടിയെന്ന് ബെല്ലിനും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈവർക്കും മനസ്സിലായി. ഡ്രൈവറിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. എന്നാൽ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ ലൂയിസും ഹന്നയും അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹന്നയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണം തോന്നുകയാണ്. അവൾ അമ്മയോട് അത് പറഞ്ഞപ്പോൾ ഇപ്പൊ ഹന്നയും കൂട്ടിയിട്ട് ലൂയിസ് പുറത്തേക്ക് ഇറങ്ങണം. മാത്രമല്ല ആ ഡ്രൈവറിന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. ആ ടോർച്ച് ഒന്ന് തരുമോന്ന് ലൂസി ചോദിക്കുന്നുണ്ട്. മോൾക്കൊന്ന് ബാത്റൂം പോകണം, അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഒന്ന് കാട്ടിലേക്ക് പോകാനെന്ന് പറയണം. അപ്പൊ ആ ഒരു ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ആ ഒരു ടോർച്ച് മാത്രം തന്നാ മതി എന്ന് പറയണം. എന്തായാലും ആ ഒരു ടോർച്ച് മേടിച്ച് ലൂയിസ് ഹന്നനെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ടോർച്ച് അടിക്കുന്ന സമയത്ത് ഹന്നയ്ക്ക് മാത്രം ചില രൂപങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവളുടെ കാഴ്ചശക്തി അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് ഹന്ന ഈ കാര്യം അമ്മയോട് പറയുന്നില്ല. എന്തായാലും കാട്ടിലേക്ക് ഒരു ഇച്ചിരി കയറിയപ്പോൾ അവിടെ ഒരു തട്ടുകട ഹോട്ടൽ സെറ്റപ്പ് കാണുകയാണ് കേട്ടോ. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ലൂയിസ് നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്റെ മോൾക്കൊന്ന് ബാത്റൂം പോകണം, എവിടെയാണ് ബാത്റൂം ചോദിക്കുകയാണ്. ഇപ്പൊ ആ ഒരു സ്ത്രീ ഒരു ഭാഗത്തേക്ക് കഴിച്ചു കൊണ്ടിട്ട് പറയണം, ഇത് അവിടെയാണ്, അങ്ങോട്ടേക്ക് പോയിക്കാന്ന് പറയണം. അങ്ങനെ ലൂയിസ് ഹന്നയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഹന്നയുടെ ബാത്റൂമിൽ കയറ്റിയിരുത്തുകയാണ്. എന്നാൽ ബാത്റൂമിൽ കയറിയപ്പോൾ ഹന്നയ്ക്ക് കാഴ്ച മര്യാദക്കില്ലല്ലോ. എന്നാൽ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ അവൾക്ക് കേൾക്കുന്നുണ്ട്. ഹന്ന ആകെ പേടിച്ചു പോവാണ്. ഇതേ നേരം തന്നെ 2 കൈകൾ വന്നിട്ട് അവളുടെ മുഖത്തൊറ്റ പിടിയാണ്. പുറത്ത് ലൂയിസ് ഉണ്ട്. എന്നാൽ കുറച്ചു നേരമായി ഹന്ന ഉള്ളിൽ പോയിട്ട് ഇവളെന്താ വാതിൽ തുറക്കാത്ത എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ലൂയിസ് വാതിൽ തുറക്കുകയാണ്. ആ സമയത്ത് ഹന്ന ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ നീ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുക, വാ നമുക്ക് പോണ്ടേന്ന് പറഞ്ഞിട്ട് ഹന്നയും കൂട്ടി ലൂയിസ് പോകുന്ന സമയത്ത് ആ കടയുടെ ഓണർ ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവര് വിളിക്കണം, അല്ല എങ്ങോട്ടാ പോകുന്നേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയിക്കോ, ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യണ്ടേ, ഈ പോകുന്ന വഴിയിൽ ഒരു കടയുമില്ല. അങ്ങനെ ആ സ്ത്രീ ഇവരെ ആ ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് കയറ്റുകയാണ്. മാത്രമല്ല കഴിക്കാൻ ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ലൂയിസ് ഒന്നും കഴിച്ചില്ല, പക്ഷെ ഹന്ന ഒരു പഴം കഴിച്ചു കേട്ടോ. അങ്ങനെ ആ സ്ത്രീയോട് യാത്ര പറഞ്ഞ് ലൂയിസ് മോളെയും കുട്ടി അവിടുന്ന് പോവാണ്. എന്നാൽ അവര് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് നടന്നതോട് കൂടിയിട്ട് ആ ഹോട്ടൽ അവിടുന്ന് മാഞ്ഞു പോവാണ്. ഇതൊന്നും ലൂയിസ് അറിയുന്നില്ല. എന്തായാലും ലൂയിസ് മകളെയും കൂട്ടി നേരെ ബസ്സിലേക്ക് വന്ന് കയറുന്നുണ്ട്. അപ്പൊ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, മാഡം ഇത്രയും നേരം എവിടെയായിരുന്നു, കുറച്ച് നേരമല്ലോ പോയിട്ട്, എന്തായാലും വേഗം കയറി നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ എല്ലാവരും കയറി ബസ് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇത്രയും നേരം വരെ ആ ബസ്സിലുണ്ടായിരുന്നത് യാത്രക്കാർ മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ നിർത്തി പിന്നീട് ആ ബസ് എടുത്തതിന് ശേഷം അവരുടെ കൂടെ വേറെയും കുറച്ച് ആൾക്കാർ കൂടെ അതിൽ കയറിയിട്ടുണ്ട്. കുറേയധികം ആത്മാക്കൾ. ആ ആത്മാക്കളുടെ കൂടെയാണ് ബാക്കിയുള്ള എല്ലാവരും യാത്ര ചെയ്യുന്നത്. ഈ വലിയ അപകടം ഇവരറിയുന്നില്ല. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ രാത്രി കഴിഞ്ഞു. എല്ലാവർക്കും പോകേണ്ട സ്ഥലത്ത് അവർക്ക് പോകാനും പറ്റി. പിറ്റേ ദിവസം രാവിലെ തന്നെ ലൂയിസ് ഒരു ആശുപത്രിയിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ലൂയിസിന്റെ ജോലി. ഇപ്പൊ അവിടുത്തെ ഡോക്ടർ എന്ത് ജോലിയാണ് ലൂയിസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങോട്ടേക്ക് കുറേയധികം ഡെഡ് ബോഡികൾ കൊണ്ടുവരും. അപ്പൊ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഒരു ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത്
ഇവിടെ സൂക്ഷിക്കുന്ന ആ ഒരു പരിപാടിയാണ് ലോയിസിന്റേത്. അപ്പൊ അതെല്ലാം നല്ല വൃത്തിക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ലോയിസ് ചോദിക്കുകയാണ്, ഡോക്ടറെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്താൽ എന്തെങ്കിലും ഒരു ഇളവ് ഉണ്ടാവുമോ? അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താണ് കാര്യം? ഇപ്പൊ ലൂയിസ് പറയണം എന്റെ മകളുടെ കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. ഡോക്ടർ പറഞ്ഞു 1 വർഷം നീ ഇവിടെ ജോലി ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ നീ പകുതി കാശ് മാത്രം തന്നാൽ മതി. അത് കേട്ടപ്പോൾ ലൂയിസിന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ വരുന്നുണ്ട്. ഇയാളുടെ പേര് അലൻ എന്നാണ്. അപ്പൊ അലനോട് ഡോക്ടർ പറയുന്നുണ്ട് ലൂയിസ് ഇവിടുത്തെ പുതിയ ആളാണ്, അപ്പൊ കാര്യങ്ങളൊക്കെ അവൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഇതിനുശേഷം ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ലൂയിസ് ഇപ്പൊ അലനോട് ഒരു നന്ദി പറയുന്നുണ്ട്. കാരണം ഈ ആശുപത്രിയിൽ ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം അലൻ പറഞ്ഞത് ആഷ്ലി എന്ന ലൂയിസിന്റെ കസിനോടാണ്. അപ്പൊ ആഷ്ലി എന്താക്കി ലൂയിസിനോട് ഈ കാര്യം പറഞ്ഞു. ലൂയിസ് വേഗം തന്നെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഈ ജോലി കിട്ടി. ഈ ലൂയിസിന്റെ കസിനായിട്ടുള്ള ആഷ്ലി അതുപോലെ തന്നെ ഈ അലൻ അവര് ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ് കേട്ടോ. എന്തായാലും അവനോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ലൂയിസ് നേരെ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടു. എടാ മറ്റേ അലാസ് റോബ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ച് ഒരു അപകടം നടന്നു. 2 ആണും ഒരു പെണ്ണും അവിടെ വെച്ച് മരിച്ചു. ആ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നൊക്കെ സത്യം തന്നെയാടാ, ഭീകരമായ സ്ഥലം തന്നെയാടാ. ഇവർ ഈ സംസാരിക്കുന്ന കാര്യം ലൂയിസ് കേൾക്കുകയാണ്. അവളും ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം രാത്രി അതേ സ്ഥലത്തു കൂടിയാണ് ലൂയിസ് മകളെയും കുട്ടി ആ ബസ്സിൽ വന്നത്. എന്തായാലും ചെറിയൊരു പേടിയോടുകൂടി അവൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ ഹന്ന ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കളിക്കുകയാണ്. അതുപോലെ തന്നെ ലൂയിസ് ഇപ്പോൾ ആഷ്ലിയോട് നന്ദി പറയുന്നുണ്ട്. കാരണം അവളുടെ വീട്ടിലാണ് ലൂയിസ് താമസിക്കുന്നത്. ആഷ്ലിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആഷ്ലിക്ക് ഇവർ കൂടെയുള്ളത് ഒരു കൂട്ടാവുമല്ലോ. മാത്രമല്ല ലൂയിസിന്റെ ഹസ്ബൻഡിന് എന്താ പറ്റിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മകളുടെ ഈ കണ്ണ് ഓപ്പറേഷന് വേണ്ടി അദ്ദേഹം ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു അപകടം പറ്റി അദ്ദേഹം അങ്ങ് പോയി. ഇപ്പൊ ഞാനും മോളും ഒറ്റയ്ക്കായി. ഇപ്പൊ ആഷ്ലി ലൂയിസിനെ സമാധാനിപ്പിക്കുകയാണ്. പേടിയൊന്നും വേണ്ട, ഇപ്പൊ ഒരു ജോലിയായില്ലേ, നമുക്കെല്ലാം ശരിയാക്കാം. ഇതേ നേരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹന്നയെ കാണിക്കുകയാണ്. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അവളുടെ കൂടെ വേറെ ആരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ലൂയിസ് കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയത്ത് റൂമിന്റെ ഉള്ളിൽ നമ്മുടെ ഹന്നയുണ്ട്, അതുപോലെ തന്നെ ആഷ്ലി ഉണ്ട്. രണ്ടുപേരും എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹന്ന അവളുടെ ആന്റിയോട് ഒരു കാര്യം പറയണം, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ എനിക്ക് പോകണമെന്ന്. എന്നാൽ കറക്റ്റ് ആ സമയത്താണ് ആഷ്ലി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ട് ലൂയിസ് ആകെ ഞെട്ടിപ്പോണ്. ആഷ്ലി അപ്പൊ നീ അല്ലേ ഉള്ളിലുള്ളത്? അപ്പൊ ആരോടാണ് ഹന്ന സംസാരിക്കുന്നത്? ആഷ്ലി പറയണത് ഇല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ, നിന്റെ കുളി കഴിഞ്ഞ് നിന്നോട് പറഞ്ഞു ഒന്ന് പുറത്തു പോകാൻ നിൽക്കായിരുന്നു ഞാൻ. അല്ല അപ്പൊ ഹന്ന ആരോടാ സംസാരിക്കുന്നത്? വാതിൽ തുറക്കാൻ നോക്കിയിട്ട് തുറക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ലൂയിസ് വാതിലിന്റെ അടിഭാഗത്ത് കൂടെ നോക്കുമ്പോൾ അവിടെ ഹന്നയുടെ കാലും കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറെയും 2 കാലുകൾ കാണുകയാണ്. ഈ ചീഞ്ഞ് ചളിയായതുപോലെയുള്ള ഒരു കാല്. കണ്ടപാട് തന്നെ പേടിച്ചു പോയ ലൂയിസ് എങ്ങനെയൊക്കെയോ ആ ഒരു വാതിൽ തുറക്കുകയാണ്. എന്നാൽ വാതിൽ തുറന്നപ്പോൾ റൂമിന്റെ ഉള്ളിൽ ഹന്ന നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവിടെയാണെങ്കിൽ വേറെ ആരെയും കാണാനുമില്ല. എന്നാൽ ലൂയിസ് അവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആഷ്ലി ചോദിച്ചു, ലൂയിസ് എന്താ പറ്റിയത്, നീ എന്താ ഇവിടെ നോക്കുന്നത്? ലൂയിസ് ഏയ് ഒന്നുമില്ല, എന്റെ തോന്നലായിരിക്കും എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസമായി ലൂയിസ് ജോലിക്ക് പോയി. ഇപ്പൊ ഹന്നയും അതുപോലെ തന്നെ ആഷ്ലിയും മാത്രമേ വീട്ടിലുള്ളൂ. ഹന്നയ്ക്ക് കണ്ണ് കാണില്ലല്ലോ. എന്നാൽ അവളിപ്പോ ഒരു പെൻസിലൊക്കെ എടുത്ത് ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് അങ്ങനെ വരക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ആഷ്ലി ആകെ ഞെട്ടിപ്പോയി. കാരണം കണ്ണ് കാണാതെ അവൾ എങ്ങനെയാ ചിത്രം വരക്കുന്നത്? അതുപോലെ തന്നെ മോൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയോ എന്ന് ആഷ്ലി ചോദിച്ചപ്പോൾ ഹന്ന പറയണ, ആന്റി മിണ്ടാതിരിക്കും, ഞാൻ ഇത് വരച്ചു തീർക്കട്ടെ. ഇപ്പൊ ആഷ്ലി നോക്കിയ സമയത്ത് അവൾ വരക്കുന്ന ഒരു ചിത്രം അതെന്താണെന്നറിയോ? അലാസ് റോബാൻ, ആ കാട്ടിലെ ആ വളഞ്ഞ വഴി, അതായിരുന്നു ലൂയിസ് വരച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം ആശുപത്രിയിൽ കാണിക്കുകയാണ്. മോർച്ചറിയിലേക്ക് പുതിയൊരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ആരുടേതാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ലൂയിസിന്റെ അടുത്ത് അവിടെയുള്ള സ്റ്റാഫുകൾ വന്നിട്ട് പറയണം, മാഡം ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. വേഗം തന്നെ ലൂയിസ് ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്, ആകെ അഴുകിയ അവസ്ഥയിലാണ്, ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ല ഈ ബോഡി എവിടുന്നാണ് കിട്ടിയത്? ഇപ്പൊ ലൂയിസ് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയണം, മാഡം അന്ന് രാത്രി ബസ് കേടായപ്പോൾ ബാത്റൂമിൽ പോകാനായിട്ട് നിങ്ങൾ കാട്ടിലേക്ക് പോയില്ലേ, അവിടെ ഒരു ഹോട്ടൽ കണ്ടില്ലേ, അവിടെ വെച്ച് നിങ്ങൾ ഒരു വെള്ള കുരങ്ങിനെ കണ്ടായിരുന്നല്ലോ, ആ ഭാഗത്ത് വെച്ചാണ് ഈ ശവശരീരം കിട്ടിയത്. ഇത് കേട്ടപാട് തന്നെ ലൂയിസ് ആകെ ഞെട്ടിപ്പോവാണ്. അതായത് അന്ന് ആ കാട്ടിലേക്ക് ഞാൻ പോയി എന്നുള്ള കാര്യം, അവിടെ ആ ഒരു കുരങ്ങിനെ കണ്ടു എന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് എങ്ങനെയാണ് അറിയുന്നത്? എന്തായാലും ആ ഒരു സ്ത്രീ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. ലൂയിസ് വേഗം തന്നെ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ അലൻ ഉണ്ടായിരുന്നു. അപ്പൊ അലനോട് ആ ഒരു സ്ത്രീയെ കുറിച്ച് ലൂയിസ് ചോദിക്കുകയാണ്, അല്ല അവരേതാണ്, അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ അലൻ പറയാണ്, അവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് തോന്നുന്നു. അതുപോലെ തന്നെ അലാസ് റോബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ആ ഒരു സ്ത്രീ. അപ്പൊ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു അന്വേഷണത്തിനായിരിക്കും ഇപ്പൊ വന്നത് എന്നൊക്കെ അലൻ പറയാണ്. ഈ സമയത്ത് ലൂയിസ് അലനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ഈ ആളുകളൊക്കെ പറയുന്നത് പോലെ അലാസ് റോബാൻ അവിടെ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ അലൻ പറയാണ്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും അവിടെ ഒരുപാട് ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ആക്സിഡന്റും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ സമയത്ത് ലൂയിസ് പറയാണ്, ഞാൻ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് ആ വഴിയായിരുന്നു, അതും രാത്രിയിൽ. ഇത് കേട്ടപാട് തന്നെ അലനാകെ ഞെട്ടിപ്പോണ്. മാഡം നിങ്ങൾ എന്താ ഈ പറയുന്നത്? അലാസ് റോബാൻ വഴി നിങ്ങൾ രാത്രി വന്നു എന്നോ? രാത്രി അതിലൂടെ ആരും പോവാതിരിക്കാനാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ റൂട്ടിലേക്കുള്ള ബസ് നിർത്തി വെച്ചിട്ടുള്ളത്. അതായത് ഒരു വിശ്വാസമുണ്ട്, രാത്രിയിൽ ആരെങ്കിലും ആ ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ആ വരുന്നവരുടെ കൂടെ ചില ആത്മാക്കളും കൂടെ കൂടുമെന്ന്. മാഡം ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും
എന്തെങ്കിലും അമാനുഷികമായിട്ട് നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നത് പോലെ തോന്നിയായിരുന്നോ എന്ന് ചോദിക്കാണ്. ലൂയിസ് പറയണ ഏയ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ലൂയിസും മകളായിട്ടുള്ള ഹന്നയും കൂടെ ഒരുമിച്ച് കിടക്കുകയാണ്. ഹന്നയ്ക്കാണെങ്കിൽ മര്യാദ ഉറങ്ങാൻ കഴിയുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ചൂടും അമിതമായിട്ട് വേർത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവള് കട്ടിലിൽ ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. വല്ലാതെ ഭയന്നിട്ടുണ്ട്. അവള് നോക്കുമ്പോൾ ഡൈനിങ് ഹാളിലെ സോഫയിൽ അവള് വെച്ച ഒരു പാവയുണ്ട്. അതിലേക്ക് തന്നെ പേടിയോട് കൂടിയിട്ട് അവൾ അങ്ങനെ നോക്കുകയാണ്. ഇത് കണ്ട് ലൂയിസ് എഴുന്നേൽക്കുന്നുണ്ട്. അല്ല പോലെ എന്താ പറ്റിയത്, എന്തെങ്ങനെ വേർക്കുന്നത്? ഇപ്പൊ ഹന്നയെ തൊട്ട് നോക്കിയപ്പോൾ അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹന്ന ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. അമ്മേ എനിക്ക് വല്ലാതെ പേടിയാവുന്നു, അവരിങ്ങോട്ടേക്ക് അധികം വൈകാതെ വരും. അതുപോലെ തന്നെ ഇവിടെ വല്ലാത്തൊരു ദുർഗന്ധം, അമ്മയ്ക്ക് അത് ഫീൽ ആവുന്നില്ലേ? ഇപ്പൊ ലൂയിസ് പറയണം മോൾക്ക് ഓരോന്ന് തോന്നുന്നതാ, നന്നായിട്ട് പനിക്കുന്നുണ്ട്, അമ്മ മോൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. അങ്ങനെ കിച്ചണിലേക്ക് പോകാൻ നിൽക്കുന്ന ലൂയിസിന്റെ കയ്യിൽ പിടിച്ച് ഹന്ന പറയാണ് അമ്മേ പോവല്ലേ, എനിക്ക് പേടിയാണ് അമ്മേ. മോള് പേടിക്കണ്ട, അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ലൂയിസ് നേരെ കിച്ചണിലേക്ക് പോകണം. എന്നാൽ ഇതേ സമയം തന്നെ ഹന്നയുടെ റൂമിലേക്ക് ഒരുപാടധികം ആത്മാക്കൾ, ഇത് ആത്മാക്കളാണോ പിശാചുക്കളാണോ എന്നൊന്നും അറിയില്ല, കുറെ എണ്ണം കയറി വരുന്നുണ്ട്. ഹന്നയ്ക്ക് മര്യാദക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് അവ്യക്തമായ രൂപങ്ങളാണ് കാണുന്നത്. മാത്രമല്ല പെട്ടെന്ന് അവളുടെ പിന്നിൽ ഒരു രൂപം വന്നിട്ട് ഈന്ന് പറഞ്ഞിട്ട് ഇളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്ത് വരുന്ന ലൂയിസിനെ കാണിക്കണം. അവള് നോക്കുമ്പോൾ ഹന്ന അങ്ങനെ നടന്നു പോകണം. മോളെ നിൽക്കെന്ന് പറഞ്ഞിട്ട് ഹന്നയുടെ അടുത്തേക്ക് ലൂയിസ് പോകണം. എന്നാൽ ഇതേ സമയം ഹന്ന പുറത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കണം. അപ്പൊ അവിടുത്തെ ആ ഒരു ഗ്ലാസിന്റെ റിഫ്ലക്ഷനിൽ തലയിൽ കിരീടം വെച്ച ഒരു സ്ത്രീയുടെ രൂപം ഹന്ന കാണുന്നുണ്ട്. എന്നാൽ ലൂയിസ് അത് കാണുന്നില്ല. എന്തായാലും ഹന്നയും കൂട്ടിയിട്ട് ലൂയിസ് നേരെ കിടക്കാൻ വേണ്ടി പോവാണ്. പിറ്റേ ദിവസം രാവിലെ എപ്പോഴത്തെയും പോലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് ലൂയിസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ നേരത്ത് ഹന്നയോട് പറയുന്നുണ്ട് മോളെ ആന്റി പറയുന്നൊക്കെ കേൾക്കണം കേട്ടോ, ഇനിയിപ്പോ പനിക്ക് എന്തെങ്കിലും ചെയ്താൽ ആന്റിയോട് പറഞ്ഞാൽ മതി, അമ്മ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ലൂയിസ് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ആഷ്ലി ലൂയിസ് ഒന്ന് നിൽക്കുവോ, നിന്റെ മോൾക്ക് ചിത്രം വരക്കാറിയോ എന്ന് ചോദിക്കണം. അപ്പൊ ലൂയിസ് പറയണം നീ എന്താ ഈ പറയുന്നത്, അവൾക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചിത്രം വരക്കുക? അപ്പൊ പിന്നെ അവൾ എങ്ങനെയാ ഇത് വരച്ചെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഹന്ന വരച്ച ആ ഒരു ചിത്രം എടുത്ത് ലൂയിസിന് ആഷ്ലി കൊടുക്കുകയാണ്. എന്നാൽ ആ ചിത്രം കണ്ട് ലൂയിസ് ആകെ ഞെട്ടിപ്പോയി. ഇത് ആ വളവിന്റെ ചിത്രമല്ലേ, അലാസ് റോബ എന്ന് പറഞ്ഞ കാട്ടിൽ ആ സ്ഥലത്തിന്റെ ചിത്രം. എന്തായാലും ഇതിനുശേഷം ലൂയിസിന് വല്ലാത്തൊരു ആശയക്കുഴപ്പമാവുകയാണ്. ആശുപത്രിയിൽ എത്തിയ സമയത്തും ആ ചിത്രത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന അലൻ പറയാണ് മാഡം ഇന്നലെ കിട്ടിയ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം അത് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറയാണ്. എന്നാൽ അപ്പൊ തന്നെ ലൂയിസ് പറയാണ് ആ ബോഡി അത് ആരുടേതാണ് എനിക്കറിയാം, അലാസ് റോബ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു ഹോട്ടലില്ലേ, അത് നടത്തുന്ന ആ സ്ത്രീയുടേതാണ് ആ ഒരു ഡെഡ് ബോഡി. എന്നാൽ ഇത് കേട്ടപാട് തന്നെ അലൻ പറയണം മാഡം നിങ്ങൾ എന്തേ പറയുന്നത്, അലാസ് റോബാനിൽ ഒരു ഹോട്ടലോ അങ്ങനെയൊന്നും അവിടെ ഇല്ലല്ലോ. ശരിക്കും ലൂയിസ് അത് കേട്ടു ഞെട്ടുകയാണ്. ഇതേ സമയം തന്നെ വീട്ടില് നമ്മുടെ ഹന്ന കട്ടിലിരുന്ന് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് ആഷ്ലി ചോദിക്കുകയാണ് അല്ല മോളെ നീ ആരോടാ സംസാരിക്കുന്നത്? ഇപ്പൊ ഹന്ന പറഞ്ഞു അതെ അന്ന് ഞങ്ങൾ കണ്ട ആ ഒരു ഹോട്ടലിന്റെ ഓണർ ഉണ്ട്, ഒരു സ്ത്രീയാണ്, ഞാൻ അവരോടാ സംസാരിക്കുന്നത്. ആഷ്ലി ആ റൂമിൽ മുഴുവൻ നോക്കുകയാണ്, അവിടെയൊന്നും ആരുമില്ല. ഇപ്പൊ ആഷ്ലി നമ്മുടെ ഹന്നയോട് പറയണം മോളെ മതി, പാവയോട് സംസാരിച്ചത് മതി, നമുക്കിനി സാറ്റ് കളിച്ചാലോ. ആ ശരി ആന്റി ഞാൻ വിളിക്കാം, ആന്റി എന്നെ കണ്ടുപിടിക്കണേന്ന് പറഞ്ഞിട്ട് ഹന്ന വേഗം തന്നെ പോയി വിളിക്കുകയാണ്. ഇതേ നേരം തന്നെ ആഷ്ലി ഇങ്ങനെ ചുമരിൽ കൈവച്ച് എണ്ണുകയാണ്. 1 2 3 4 അങ്ങനെ അവസാനം 10 എന്ന് എണ്ണിയിട്ട് കണ്ണ് തുറക്കുമ്പോൾ അവളുടെ തൊട്ട് മുന്നിൽ വയസ്സായ ഒരു സ്ത്രീ അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. കാരണം ആ സ്ത്രീയുടെ മുഖത്തും കൈവച്ചാണ് അവൾ ഇത്രയും നേരം കണ്ണടച്ച് എണ്ണിയിരുന്നത്. അവിടെ ചുമരൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ആഷ്ലിക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഹന്നയെ നോക്കിയിട്ട് എവിടെയും കാണാനില്ല. അവിടെ ഒരു അലമാര കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് കരുതിയിട്ട് നേരെ അലമാരയുടെ അടുത്തേക്ക് പോയി അത് തുറന്നു നോക്കിയപ്പോൾ അതിലുമില്ല. എന്നാൽ ആഷ്ലിയുടെ പിന്നിലൂടെ ചിരിച്ചുകൊണ്ട് ഹന്ന അങ്ങനെ പോകുന്നത് ആഷ്ലിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ശരിക്കും ആഷ്ലിക്ക് പേടിയായി. അപ്പൊ അവളിങ്ങനെ പറയുന്നുണ്ട് മോളെ ഹന്ന നീ എവിടെയാ, ആന്റി പേടിപ്പിക്കല്ലേ, വേഗം വാ, മതി കളിച്ചത്. എന്നാൽ ഹന്ന വരുന്നില്ല. ഇപ്പൊ ആഷ്ലി ചെന്ന് ബാത്റൂമിന്റെ വാതിൽ തുറക്കാണ്. എന്നാൽ ആ വാതിലിന്റെ മറവിലൊന്ന് നോക്കിയേ ഒരു സാധനം അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എന്തായാലും ഭാഗ്യത്തിന് ആഷ്ലി അതിന്റെ ഉള്ളിലേക്ക് പോയില്ല. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിന്റെ തുണി മാറ്റി അതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിലും ഹന്നയില്ല. എന്നാൽ പെട്ടെന്ന് ആഷ്ലിയുടെ പിന്നിലൂടെ ഹന്ന ഓടിപ്പോവാണ്. വേഗം തന്നെ ഓടിച്ചെന്ന് ആഷ്ലി ഇപ്പോൾ ഹന്നയെ പിടിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തിൽ ഹന്ന ഇപ്പോൾ ആഷ്ലി ഒരൊറ്റ തള്ളാണ്. ആ തള്ളിയിൽ തെറിച്ചുപോയി വീണ് അവളുടെ കയ്യിലൊരു ഗ്ലാസ് തട്ടി കൈ മുറിയുന്നുണ്ട്. അപ്പൊ തന്നെ ആഷ്ലി ചോദിക്കുന്നുണ്ട് ഹന്ന മോളെ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അപ്പൊ തന്നെ ഹന്ന പറയണ ആരാ പറഞ്ഞ ഞാൻ ഹന്നയാന്ന്, ഞാൻ ഹന്നയൊന്നുമല്ല. അവളുടെ കണ്ണുകളിൽ ഒരു കറുപ്പ് നിറം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ കറുപ്പ് നിറം പോവാണ്. അതായത് അവളുടെ ഉള്ളിലേക്ക് കയറി ആ ഒരു പിശാച് ഇറങ്ങി പോകുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഹന്ന പഴയതുപോലെ ആവുകയാണ്. ഹന്ന വേഗം തന്നെ ആന്റി ആഷ്ലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആന്റി എന്താ പറ്റിയത്, ഇതെന്താ നിലത്ത് വീണ് എടുക്കുന്നത്? ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് സംഭവിച്ച കാര്യമൊന്നും ഹന്നയോട് പറയുന്നില്ല. എന്നാൽ ലൂയിസ് വന്നപ്പോൾ ലൂയിസിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൂയിസ് വേഗം തന്നെ ആഷ്ലിയുടെ ആ ഒരു മുറിഞ്ഞ കയ്യിൽ മരുന്നെല്ലാം വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഹന്ന വന്നപ്പോൾ ലൂയിസ് അവളെ ചീത്ത പറയണം ഹന്ന എന്തിനാ മര്യാദക്ക് കാണാതെ ഈ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്, അതുകൊണ്ടല്ലേ ആന്റിയുടെ ദേഹത്ത് തട്ടി ആന്റി വീണത്, ഇനി അങ്ങനെ കളിക്കരുത് കേട്ടോ, റൂമിൽ പോയിട്ട് കിടക്കുന്നു പറയാണ്. ഇതേ സമയം തന്നെ ആഷ്ലി പറയണ വേണ്ട മോളെ ചീത്ത പറയണ്ട, പക്ഷെ ലൂയിസ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്, അവൾക്ക് കണ്ണ് കാണില്ലെങ്കിൽ എങ്ങനെയാണ് അവൾ ഇതുപോലെ ഓടിക്കളിക്കുന്നത്? ശരിക്കും കുറച്ചു നേരം കൊണ്ട് അവൾ എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. ഞാൻ അവളെ പിടിച്ച സമയത്ത് വല്ലാത്തൊരു ശക്തിയിലാണ് അവൾ എന്നെ തള്ളി മാറ്റിയത്. ഒരു കുട്ടിക്ക് എന്തായാലും ഇത്ര ശക്തി ഉണ്ടാവില്ല, അത് ഉറപ്പാ. ഇത്
കേട്ട സമയത്ത് ലൂയിസിനും വല്ലാതെ പേടി ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ഒരു പരിധി വരെ ഇവിടെ നടക്കുന്നതിന് കാരണം എന്താന്ന് ലൂയിസിന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. കഥയുടെ ബാക്കി പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പറ്റുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തന്നേക്ക്. അപ്പൊ ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ രാത്രിയായി. ലൂയിസും ഹന്നയും കൂടെ കിടന്നുറങ്ങുകയാണ്. എന്നാൽ അർദ്ധരാത്രിയായപ്പോ ഹന്ന പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നന്നായിട്ട് വേർക്കുന്നുണ്ട്. എന്തായാലും കൂടെ ലൂയിസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾക്ക് നല്ല പനിയുണ്ട്. വേഗം തന്നെ ഒരു തുണി നനച്ച് അവളുടെ നെറ്റിയിൽ ഇട്ടുകൊടുക്കാൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് ലൂയിസ് നേരെ അടുക്കളയിലേക്ക് പോകണം. എന്നാൽ ഇതേ നേരം തന്നെ ഹന്നയുടെ കൈ വന്ന് ആരും ഒരാൾ പിടിക്കുകയാണ്. അവളെ എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഹന്ന ഒരു കാട്ടിലേക്ക് എത്തിയതുപോലെയാണ്. അത്ര നന്നായിട്ടൊന്നും ഹന്നയ്ക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഹന്ന പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ ചെറിയൊരു മരത്തിന്റെ വീട് കാണുകയാണ്. അവിടെ നിന്ന് ആരും അവളെ വിളിക്കുന്നുണ്ട്. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന അവളുടെ അടുത്തേക്ക് ആ സ്ത്രീയുടെ കൈ നീട്ടുകയാണ്. അവൾ അതിൽ പിടിച്ചപ്പോൾ അത് വെറും അസ്ഥികൂടമായിരുന്നു. അതുകൊണ്ട് പേടിച്ച ഹന്ന പിറകിലേക്ക് അങ്ങ് പോയി. ഇതേ നേരം തന്നെ മറ്റൊരാളുടെ ദേഹത്ത് അവൾ തട്ടി നിൽക്കുകയാണ്. കറുത്ത വസ്ത്രം ധരിച്ച കിരീടം എല്ലാം വെച്ച ഒരു സ്ത്രീ. അന്ന് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആ ഹോട്ടലിന്റെ ഓണർ ഉണ്ടല്ലോ, ആ സ്ത്രീ തന്നെ. ഇപ്പൊ ആ സ്ത്രീ നമ്മുടെ ഹന്നയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറയാണ്, നീ ഇങ്ങോട്ടേക്ക് വരുന്നു, നമുക്ക് ഈ കാട്ടിൽ താമസിക്കാന്ന്. ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ബോധവും ഇല്ലാതെ ഹന്ന അങ്ങനെ നിൽക്കുകയാണ്. ലൂയിസ് വന്ന് വിളിച്ചപ്പോഴാണ് ഹന്നയ്ക്ക് അവളുടെ ബോധം തിരിച്ചു കിട്ടിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഹന്ന കരയാൻ തുടങ്ങുകയാണ്. അമ്മ എനിക്ക് പേടിയാവുന്നു, ഇവിടെ നിറയെ ആത്മാക്കളാണ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയാണ്. എന്നാൽ ലൂയിസ് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷെ ഹന്ന പറഞ്ഞതുപോലെ അവിടെ നിറയെ ആത്മാക്കളാണ്. ഇതെല്ലാം ഹന്നയെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലമാരിയുടെ മുകളിലും ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത രൂപം തന്നെ. എന്തായാലും ലൂയിസ് ഇപ്പൊ മകളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മോളെ പേടിക്കേണ്ട, അമ്മ കൂടെയുണ്ടെന്ന്. പിന്നീട് എങ്ങനെയൊക്കെയോ അവളെ ആശ്വസിപ്പിച്ച് ആ രാത്രി അങ്ങ് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ലൂയിസിന്റെ കസിൻ ഉണ്ടല്ലോ ആഷ്ലി, ഒരു മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീയെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ആ ഒരു സ്ത്രീ വന്നിട്ട് കുറച്ചു നേരം നമ്മുടെ ഹന്നെ അങ്ങനെ നോക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലൂയിസിനോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മകളുടെ ആത്മാവിന് ബലം കുറവാണ്, മനഃശക്തി കുറവാണ്, അതുകൊണ്ടാണ് ആത്മാക്കൾ അവളെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നത്. പിന്നീട് ഹന്നയോട് ആ ഒരു മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ പറയാണ്, മോളെ നിന്നെ പേടിപ്പിക്കാൻ പലരും വരും, പക്ഷേ മോള് പേടിക്കാൻ പാടില്ല. ഇതിനുശേഷം ഇച്ചിരി വെള്ളം എടുത്ത് അതിലെന്തൊക്കെയോ മന്ത്രം ചൊല്ലി ഊതി ഇവരുടെ കയ്യിൽ കൊടുത്ത് ഇവിടെ മുഴുവൻ ഈ വെള്ളം ഒന്ന് തെളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോകണം. അങ്ങനെ രാത്രിയായി. ലൂയിസ് ഇപ്പോൾ ആ ഒരു വെള്ളം അവിടെ എല്ലാം ഇങ്ങനെ വിതറുന്ന സമയത്ത് അലൻ അങ്ങോട്ടേക്ക് വരികയാണ്. അലൻ വന്നിട്ട് ലൂയിസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ലൂയിസെ നീ പറഞ്ഞതുപോലെ ആ വളവുണ്ടല്ലോ അലാസ് റോബാൻ, ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു കടയുണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷെ നീ പറഞ്ഞതുപോലെ ഒരു കടയും അവിടെ ഇല്ല. ഇനി ലൂയിസെ നിന്നോട് പറയാത്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്കും എന്റെ ലൈഫിൽ വലിയൊരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. എന്റെ മകളും ഭാര്യയും അതിലൂടെ ഒരു വട്ടം കടന്നു വന്നതാണ്. അന്ന് അവരെ കാണാതായി. പിന്നീട് അവരുടെ ശവശരീരം കിട്ടുന്നത് 1 മാസത്തിന് ശേഷമാണ്. എന്ത് സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതേ നേരം മുറിയിൽ കിടന്നുറങ്ങുന്ന ഹന്ന അവളുടെ ആത്മാവിനെ ആ പിശാചിപ്പ് പതിയെ കൂട്ടിക്കൊണ്ടുപോവാണ് ഒരു ബസിന്റെ ഉള്ളിലേക്ക്. അന്ന് അവര് വന്നില്ലേ, ആ വഴിയിലാണ് ഇപ്പൊ ഒരു ബസ് നിൽക്കുന്നത്. അതിനുള്ളിൽ ഒറ്റയ്ക്കാണ് ഹന്ന. എന്നാൽ ആ ബസിന് പുറത്ത് ഒരുപാടധികം ആത്മാക്കള് ഹന്നയുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇത് കണ്ട് അവൾ ഉറക്കനെ കരയുന്നുണ്ട്. അങ്ങനെ ആ കരച്ചിൽ കേട്ട് ഇവർ 3 പേര് അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്. ലൂയിസ് വേഗം തന്നെ ആ വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് അവളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ഇത് കണ്ട് അലൻ പറയാണ്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, എന്റെ അറിവിൽ ഒരു സ്വാമിയുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോവാം. അങ്ങനെ ആ രാത്രി തന്നെ ഹന്നയും കൂട്ടി ഇവര് നേരെ ആ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സ്വാമി ഹന്നയെ കണ്ടപാട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചില കർമ്മങ്ങളൊക്കെ ചെയ്യാണ്. ഇതേ നേരം തന്നെ അവളുടെ ഉള്ളിൽ ആ ഒരു ആത്മാവ് അത് എഴുന്നേൽക്കുന്നുണ്ട്. സ്വാമിയെ നോക്കി എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നീട് ഹന്നയുടെ ഉള്ളിൽ ആ ഒരു ആത്മാവ് നേരെ വന്ന് കയറുന്നത് ലൂയിസിന്റെ കസിൻ ആഷ്ലി ഉണ്ടല്ലോ അവളുടെ ദേഹത്തേക്കാണ്. ആഷ്ലിയുടെ ദേഹത്തേക്ക് ആ ഒരു ആത്മാവ് കയറിയതിനു ശേഷം ശരിക്കും അവളെ കൊണ്ട് പലതും അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം ആ ഒരു മന്ത്രവാദിയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, എടാ കിഴവ, നീ ആരാടാ എന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട്? നീ വിചാരിക്കുന്നുണ്ടാവും എന്നെ തോൽപ്പിച്ചെന്ന്, എന്നാൽ ഒരിക്കലും നടക്കില്ലടാ, എന്നെ തൊടാൻ പോലും നിനക്കൊന്നും പറ്റില്ലടാ. ഇത് പറഞ്ഞ് ആഷ്ലിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു ആത്മാവ് പോവുകയാണ്. അങ്ങനെ തൽക്കാലം ആ ആത്മാവിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഹന്ന രക്ഷപ്പെട്ടു. എന്നാൽ ആ സ്വാമി തന്നെ ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്, ഒരുപാട് ബാധ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് സാധാരണ ഒരു ആത്മാവോ അല്ലെങ്കിൽ ഒരു ദുരാത്മാവോ ഒന്നുമല്ല, ഇത് മറ്റെന്തോ ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് എനിക്കിതിനെ കീഴ്പ്പെടുത്താൻ പൂർണ്ണമായിട്ടും പറ്റാത്തത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, പൂർണ്ണമായിട്ടും അത് പോയിട്ടില്ല, വീണ്ടും വരാം. അതുകൊണ്ട് മകളെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. എന്തായാലും ഇതിനുശേഷം ഇപ്പൊ ലൂയിസും ഹന്നയും ആഷ്ലിയും അതുപോലെ തന്നെ അലനും അവിടുന്ന് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ ലൂയിസ് ഹന്നയോട് പറയണ, മോള് പേടിക്കേണ്ട, എന്ത് വന്നാലും അമ്മ കൂടെ ഉണ്ടാവും. അങ്ങനെ പിറ്റേന്ന് ലൂയിസ് ആശുപത്രിയിൽ ജോലിക്ക് പോവാണ്. ആ സമയത്ത് ഒരു കാര്യം കൊണ്ട് അവളെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇന്ന് മോർച്ചറിയിലേക്ക് പുതിയൊരു ഡെഡ് ബോഡി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മറ്റാരുടേതും ആയിരുന്നില്ല. അന്ന് അവളെ ആ സ്ഥലത്ത് കൂടെ കൊണ്ടുവന്ന ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ അയാളുടെ ഡെഡ് ബോഡി ആയിരുന്നു. അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ അവരുടെ ആരുടെയും ബോഡി ശവശരീരം കിട്ടിയിട്ടില്ല. ഇത് കണ്ട് ഞെട്ടിയ ആ ഒരു ഷോക്കില് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ ആഷ്ലിയോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹന്നയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ലൂയിസും കൂടെ പോകുന്നുണ്ട്. അവൾ ബാത്റൂമിൽ കയറ്റി പുറത്ത് ലൂയിസ് നിൽക്കുകയാണ്. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും അവൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ലൂയിസ് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഹന്നയെ കാണാനില്ല. പേടിച്ചുപോയ ലൂയിസ് ഫുള്ളായിട്ട് വീട് മുഴുവൻ അരിച്ചു പെറുകയാണ്. ഇതേ നേരം തന്നെ ലൈറ്റ് ഇടാത്തൊരു റൂമിലേക്ക് കയറിയപ്പോൾ ആ റൂമിന്റെ മൂലഭാഗത്തായിട്ട് ഒരാൾ
നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. പക്ഷെ ലൈറ്റ് ഇട്ടപ്പോൾ അവിടെ ആരുമില്ല. വീണ്ടും ലൈറ്റ് ഓഫ് ആക്കാണ്. വീണ്ടും ആ ഒരു രൂപത്തെ അവൾ അവിടെ കാണുന്നുണ്ട്. തോന്നലായിരിക്കും എന്ന് വിചാരിച്ച് അപ്പുറത്തുണ്ടായിരുന്ന ജനൽ തുറന്നു നോക്കുകയാണ്, പുറത്തെങ്ങാനും ഹന്നയുണ്ടോ എന്നറിയാനായിട്ട്. പുറത്തുമില്ല. എന്തായാലും ജനൽ അടച്ച് പിന്നീട് പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ദാണ്ടെ ഒരുപാട് ആത്മാക്കൾ അവളുടെ ചുറ്റും അങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ദിവസം ഹന്നയ്ക്ക് മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന ആ ആത്മാക്കളെ ഇപ്പൊ ലൂയിസിന് നേരിട്ട് കാണാൻ പറ്റി. അവൾ അലറി കരയാണ്. അങ്ങനെ ആ ഒരു കരച്ചിൽ കരഞ്ഞതോടു കൂടിയിട്ട് അവൾ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അവൾ കണ്ട ഒരു ദുസ്വപ്നമായിരുന്നു അത്. എന്ന് എഴുന്നേറ്റപ്പോ മകൾ ഹന്ന കൂടെ ഇല്ല. അവൾ തൊട്ടപ്പുറത്തെ റൂമിൽ പോയിട്ട് എന്തോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ് നോക്കിയപ്പോൾ ഒരു കുരങ്ങന്റെ ചിത്രമായിരുന്നു അവൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. മോളെ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഹന്ന ലൂയിസിനെ വളരെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പറയണം, എനിക്കറിയാം എന്നോട് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല, വെറുപ്പാണ്. ഇതിനുശേഷം ആ പെൻസിൽ എടുത്ത് അവൾ അവളുടെ കണ്ണ് കുത്തി ചൂഴ്ന്നെടുക്കുകയാണ്. ലൂയിസ് ആകെ ഞെട്ടിപ്പോയി. വീണ്ടും ലൂയിസ് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതായത് അതും ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ തൊട്ടു മുന്നിൽ ഒരു പേപ്പറിന്റെ കഷ്ണമുണ്ട്. അതങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കുരങ്ങന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കുരങ്ങനെ തന്നെയാണ് അന്ന് കാട്ടിലേക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയില്ലേ, അപ്പൊ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നില്ലേ, അതിന്റെ മുകളിലും കണ്ടത് ഇതുപോലെ ഒരു വെള്ളക്കുരങ്ങനെയാണ്. എന്തായാലും രാവിലെ ആയപ്പോ തന്നെ ഇപ്പൊ ലൂയിസും ആഷ്ലിയും കൂടിയിട്ട് അലനെ വിളിച്ചു വരുത്തിക്കുകയാണ്. എന്നിട്ട് ഈ കുരങ്ങന്റെ കാര്യം പറയുന്നുണ്ട്. ഈ കുരങ്ങനെ കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന ആ ഒരു കാര്യം എന്നോട് അന്ന് ആ ഒരു സ്ത്രീ മോർച്ചറിയിൽ വെച്ച് പറഞ്ഞല്ലോ. അലൻ, നിനക്ക് പറ്റുമെങ്കിൽ അവരുടെ അടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവോ, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. ഈ പലം പറയണ, എനിക്ക് ആ ഒരു സ്ത്രീ അറിയാം, എൽസ എന്നാണ് അവരുടെ പേര്, നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോകാന്ന് പറയണം. അങ്ങനെ ഇവർ 4 പേരും നേരെ എൽസയെ കാണാനായിട്ട് എൽസയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എൽസ നമ്മുടെ മോൾ ഹന്നയെ നോക്കുകയാണ്. കുറച്ചു നേരം കൊണ്ട് തന്നെ എൽസ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ വരാൻ കുറച്ചധികം വൈകിപ്പോയി. ഞാൻ നിങ്ങളോട് ഒരു കഥ പറഞ്ഞുതരാം. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ അലാസ് റൊബാൻ ആ കാട്ടിൽ അങ്ങനെ ഒരു റോഡ് ഇല്ലായിരുന്നു. എന്നാൽ അവിടെ ഒരു റോഡിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സർക്കാർ അതിലൂടെ ഒരു റോഡ് വെട്ടാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഒരു മന്ത്രവാദി നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. കാരണം ആ കാടിനെ സംരക്ഷിക്കുന്ന പല ശക്തികളും ആ കാട്ടിലുണ്ടായിരുന്നു. മനുഷ്യർ ഇവിടെ വന്ന് റോഡ് വെട്ടുന്നതിന് മുന്നേ അതിന്റെ പെർമിഷൻ എടുക്കാനായിരുന്നു ആ മന്ത്രവാദി അങ്ങോട്ടേക്ക് പോയത്. അതുപോലെ തന്നെ മന്ത്രവാദി അവിടെയുള്ള ആ പിശാചിന് ഒരു വാക്കും കൊടുത്തായിരുന്നു, നീ കാക്കുന്ന നിന്റെ ഈ കാടിനെ ഒരു കാരണവശാലും ഞങ്ങൾ അശുദ്ധിയാക്കില്ല, അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് നടന്നത് റോഡ് വെട്ട എന്ന പേരിൽ അവിടെ വന്ന് റോഡ് വെട്ടി. എന്നാൽ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഗ്രാമവാസികളെ പട്ടാളക്കാർ വന്ന് കൊന്നൊടുക്കി. അവരുടെ ശരീരം മുഴുവൻ മറ്റാരും കാണാതിരിക്കാനായിട്ട് ഈ കാട്ടിൽ കൊണ്ടേയിട്ടു. അങ്ങനെ ഈ കാടിനെ ആ പട്ടാളക്കാർ അശുദ്ധിയാക്കി. മനുഷ്യൻ കൊടുത്ത ആ ഒരു വാക്ക് അതിവിടെ തെറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. വനത്തിനെ സംരക്ഷിച്ചു പോന്ന ആ വനദേവത അല്ലെങ്കിൽ ആ പിശാച് അതിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെയായി. പിന്നീട് ആ വഴിയിലൂടെ പോകുന്ന എല്ലാ മനുഷ്യരെയും അവൾ പിടിക്കാൻ തുടങ്ങി. ചിലരൊക്കെ അവിടെ വെച്ച് തന്നെ മരിക്കും. ചിലരൊക്കെ ആ കാട് വിട്ട് രക്ഷപ്പെട്ട് പുറത്തു പോയാലും അവരുടെ പിന്നാലെ തന്നെ ആ പിശാച് വരും, അവരുടെ ആത്മാവിനെ കൊണ്ടുപോകും. അതായത് അതിലൂടെ പോകുന്ന എല്ലാ ആത്മാക്കളെയും അവൾ പിടിച്ചെടുക്കും. അതുപോലെ തന്നെയാണ് നിന്റെ മകളുടെ അവസ്ഥയും. നിന്റെ മകളുടെ ആത്മാവിനെ ആത്മാക്കളുടെ ലോകത്തേക്ക് ആ വനം കാക്കുന്ന ആ പിശാച് അവൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അധികം ദിവസം നമുക്കില്ല, 2 ദിവസം കൂടെ. അത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ആത്മാക്കളുടെ ലോകത്ത് നിന്റെ മകൾ ഹന്നയുടെ ആത്മാവ് കുടുങ്ങിപ്പോവും. അപ്പൊ അതിനു മുന്നേ നമുക്ക് ആ കാട്ടിലേക്ക് ചെല്ലണം, ചില കർമ്മങ്ങൾ ചെയ്യണം, നിന്റെ മകളുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തണം. എന്നാൽ ഇത് കേട്ടപാടിന് ലൂയിസ് ഹന്നയും കൂട്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഓടിച്ചെന്ന് ആഷ്ലി ചോദിക്കുകയാണ്, ലൂയിസ് നീ എന്താ ഈ ചെയ്യുന്നത്? അവർ പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് നിന്റെ മോളെയും കൊണ്ട് ആ കാട്ടിലേക്ക് ഒന്നുകൂടെ പോകണമെന്ന് പറയാണ്. ഇപ്പൊ ലൂയിസ് പറയാണ്, അതിനും നല്ലത് ഞാൻ എന്റെ മോളെ കൊന്നു കളയുന്നതാ, ഒരിക്കലും ഇനി ആ കാട്ടിലേക്കോ ആ വഴിയിലേക്കോ ഞാൻ എന്റെ മോളുമായിട്ട് പോയില്ല. ഇപ്പൊ ആഷ്ലി പറയാണ്, ലൂയിസ് നീ എന്താ ഈ പറയുന്നത്? അവിടെ പോയാൽ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ വിചാരിക്കുക, ഞാൻ എന്റെ ജീവൻ കൊടുത്ത് നിന്റെ മോളെ നോക്കും, ഞാൻ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. അപ്പൊ ലൂയിസ് ചോദിക്കുകയാണ്, അപ്പൊ നീ മരിച്ചാലോ? എന്റെ മോൾ ഒറ്റയ്ക്കായി പോയില്ലേ? വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മോളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അന്നേ ദിവസം രാത്രിയായപ്പോ എപ്പോഴത്തെയും പോലെ തന്നെ ഹന്നയെ കാണാതാവാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോ മുറ്റത്ത് പോയി നിൽക്കുക, അതും ആ ഒരു ഇരുട്ടില് ഒറ്റയ്ക്ക്. ഇപ്പൊ ലൂയിസ് ഹന്നയെ വിളിച്ചപ്പോ ഹന്ന അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. ഓടിച്ചെന്ന് പോയെടുത്തപ്പോ അവളുടെ വായിൽ നിന്ന് ഒരേയും പതയൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്നാൽ ഡോക്ടർമാർക്കും മനസ്സിലാവുന്നില്ല അവൾക്ക് എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കേണ്ടതെന്ന്. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് എൽസ വന്നിട്ട് ലൂയിസിനോട് സംസാരിക്കുകയാണ്. ലൂയിസെ, നമുക്ക് അധികം നേരില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ കാട്ടിലേക്ക് പോകണം, ഞാൻ പറഞ്ഞതുപോലെയുള്ള ആ കർമ്മങ്ങൾ ചെയ്യണം. എന്നാൽ എത്ര പറഞ്ഞിട്ടും ലൂയിസ് സമ്മതിക്കുന്നില്ല. ഇതേ സമയത്ത് ഹന്നയ്ക്ക് വീണ്ടും വയ്യാതാവുന്നുണ്ട്. അവൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. വായിൽ നിന്നും ഒരേയും പതയും വരികയാണ്, കിടന്ന് പേട്ടയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് ലൂയിസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആഷ്ലി പറയാണ്, ലൂയിസെ അവര് പറയുന്നത് കേൾക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് മോളെ ഒന്ന് രക്ഷപ്പെടുത്തണ്ടേ. അങ്ങനെ അവസാനം ലൂയിസ് സമ്മതിച്ചു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഹന്നെ എടുത്തുകൊണ്ട് നേരെ അലാസ് റൊബാൻ എന്ന് പറഞ്ഞ ആ കാട്ടിലേക്ക് പോവുകയാണ്. കാടിന്റെ ഒരു ഭാഗത്ത് ഒരു വലിയ പായ വരിച്ച് ബോധമില്ലാത്ത നമ്മുടെ ഹന്നെ അവിടെ കിടത്തുന്നുണ്ട്. മാത്രമല്ല ഈ മന്ത്രവാദിയായിട്ടുള്ള എൽസ ഉണ്ടല്ലോ, അവർക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഒരു ലേഡി ഉണ്ട്. ആ ലേഡി കാടിന്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ചില
മന്ത്രങ്ങളെ ചൊല്ലുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ആ സ്ത്രീ അവിടെ മയങ്ങി വീഴാണ്. അപ്പൊ ഇതെന്തുകൊണ്ട് അവർ മയങ്ങി വീണെന്ന് ചോദിക്കുമ്പോൾ എൽസ പറയാണ്, ഈ ആത്മാക്കളുടെ ലോകത്തേക്ക് അവര് പോയിട്ട് നിന്റെ മോളുടെ ആത്മാവിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. പക്ഷേ ആ ലോകത്തിലേക്ക് അവൾക്ക് കയറാൻ കഴിയുന്നില്ല. ഇപ്പൊ ലൂയിസ് പറയാണ്, നിങ്ങൾ എനിക്ക് അതിനുള്ള വഴി പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ആ ആത്മാക്കളുടെ ലോകത്തേക്ക് പോയിക്കോളാം, എനിക്ക് പേടിയില്ല എന്ന് പറയണം. ശരി, ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നീ അതുപോലെ ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ ലൂയിസ് എൽസ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് ലൂയിസും അവിടെ മയങ്ങി വീഴുന്നുണ്ട്. അവളുടെ ആ ഒരു ശരീരം അവിടുത്തെ ആ ഒരു പായിൽ കൊണ്ടേക്ക് എടുത്താണ്. ഇതേ നേരം തന്നെ ലൂയിസ് ആത്മാക്കളുടെ ലോകത്തേക്ക് എത്തിയല്ലോ. ഒരുപാടധികം ആത്മാക്കളെ അവൾ അവിടെ വെച്ച് നേരിട്ട് തൊട്ടടുത്ത് വെച്ച് കാണാണ്. പേടിച്ചു പോയി അവൾ താഴെ കുരുണ്ടു വീഴുന്നുണ്ട്. ആ ലോകത്തിൽ വെച്ച് അവൾക്ക് പരിക്കേൽക്കുന്ന സമയത്ത് ഇവിടെ ശരിക്കുള്ള ലോകത്ത് അവളുടെ ദേഹത്ത് മുറിവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇപ്പൊ ലൂയിസിന്റെ ആത്മാക്കളുടെ ആ ഒരു ലോകത്തൂടെ നടക്കുകയാണ്. അവിടെ നിന്ന് ഉരുണ്ട് താഴേക്ക് വീണില്ലേ, അവൾ വന്ന് വീണത് ഒരു റോട്ടിലേക്കാണ്. ഇതേ നേരം അവൾക്ക് നേരെ ഒരു വലിയ ബസ് വരുന്നുണ്ട്. അവൾ പേടിച്ചോടുകയാണ്. അവളുടെ ദേഹത്തു കൂടെ ആ ഒരു ബസ് കയറുന്നുണ്ട്. എന്നാൽ അവൾക്കൊന്നും ആയില്ല. കാരണം മനുഷ്യരുടെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബസ്സിന്റെ ആത്മാവായിരുന്നു അത്. ഇതേ സമയം തന്നെ എൽസയെ കാണിക്കുകയാണ്. അതായത് എൽസയ്ക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ചധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദമാണ്. അതുകൊണ്ട് തന്നെ എൽസ അവരുടെ ചില സുഹൃത്തുക്കളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുന്നതാണ്. അപ്പൊ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് കൂടുതൽ നേരം ലൂയിസിനെ ആ ആത്മാക്കളുടെ ലോകത്ത് നിർത്താനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം വന്നു. അപ്പൊ ആ വെള്ളം എടുക്കാനായിട്ട് നമ്മുടെ അലൻ കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഒരു ഓടയിലൂടെ കുറച്ച് വെള്ളം വരുന്നത് അവൻ കാണാണ്. വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം പിടിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആരോ വന്ന് അവന്റെ കഴുത്തിൽ ഇറുക്കി പിടിക്കുകയാണ്. അങ്ങനെ ശ്വാസം കിട്ടാതെ അവൻ അവിടെ ബോധം കിട്ടി വീഴുന്നുണ്ട്. ഇതേ നേരം അവന്റെ അരികിലേക്ക് അവന്റെ ഭാര്യയും മകളും വരികയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അവരെ കാണുന്നത്. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അലൻ അവരിപ്പോ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ അലന്റെ ഭാര്യയും മകളും പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോന്ന്. പെട്ടെന്നാണ് അലന് ബോധം വരുന്നത്. അലൻ കാര്യം മനസ്സിലായി. അവന്റെ ഭാര്യയുടെയും മകളുടെയും ആത്മാവ് വന്നിട്ട് അവനെ രക്ഷിക്കാൻ നോക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയണം. എന്തായാലും വേഗം തന്നെ അലൻ ആ വെള്ളവുമായിട്ട് മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർക്കത് കൊടുക്കുകയാണ്. ഇതേ നേരം ആത്മാക്കളുടെ ലോകത്തുള്ള നമ്മുടെ ലൂയിസിനെ കാണിക്കുകയാണ്. ആ കാട്ടിലൂടെ അവൾ അങ്ങനെ തപ്പി നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് അവളുടെ മകൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്. മോളെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ഓടി ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ കുട്ടി തിരിയാണ്. എന്നിട്ട് അവളുടെ 2 കണ്ണും പിഴുതെടുത്ത് അത് ലൂയിസിന് കൊടുക്കുകയാണ്. പേടിച്ചുപോയ ലൂയിസ് പറയണം, അല്ല നീ എന്റെ മകളല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കാട്ടിലേക്ക് ഓടിക്കേറുകയാണ്. പലജാതി മൃഗങ്ങളെയും അതിന്റെ ഉള്ളിൽ വെച്ച് അവൾ കാണുന്നുണ്ട്. വല്ലാതെ അവൾ പേടിക്കുന്നുണ്ട്. എന്നാൽ അതിനെ ഒന്നും വകവെക്കാതെ മകളെ കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ മുഴുവനായിട്ട് തപ്പി നടക്കുകയാണ്. അങ്ങനെ അവസാനം ഹന്നയുടെ യഥാർത്ഥ ആത്മാവിനെ ലൂയിസ് കണ്ടുപിടിക്കുകയാണ്. അവളെ കെട്ടിപ്പിടിച്ചു, മോളെ അവൻ നിന്നെ കണ്ടുപിടിച്ചടി, വാടി നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് വേഗം തന്നെ ഈ ലോകത്തുനിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വാതിലുണ്ട്, ആ ഭാഗത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഓടുന്ന സമയത്ത് പുറത്തു വെച്ച് എൽസയും എൽസയുടെ സുഹൃത്തുക്കളും ഇവർക്കുള്ള പരമാവധി സപ്പോർട്ട് മന്ത്രവാദത്തിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ഒരു വാതിലിനടുത്തേക്ക് എത്താനായ സമയത്ത് ലൂയിസിന്റെ കയ്യിൽ നിന്നും ഹന്ന മിസ്സായി പോവാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾ അവിടെ അങ്ങനെ നിരഞ്ഞു നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഈ വനത്തിനെ കാക്കുന്ന ആ ഒരു പിശാചും അതിന്റെ കൺട്രോളിലാണ് ഹന്നെ ഇപ്പോൾ ഉള്ളത്. അവളെ പതിയെ പൊക്കി വെച്ചിട്ടുണ്ട്. ലൂയിസിന് പോയിട്ട് അവളൊന്ന് തൊടാൻ പോലും കഴിയുന്നില്ല. ഈ സമയത്ത് ലൂയിസ് അവിടെ കിടന്ന് കരഞ്ഞ് പറയണ, ദയവ് ചെയ്തിട്ട് എന്റെ മോളിന്ന് തിരിച്ചു തരണം. നെഞ്ച് പൊട്ടുന്ന രീതിയിൽ കരഞ്ഞുകൊണ്ടാണ് ലൂയിസ് വനത്തിനെ കാക്കുന്ന ആ പിശാചിനോട് ഇത് ചോദിക്കുന്നത്. എന്നാൽ ആ പിശാച് പറയുന്നത്, ഒരു കാരണവശാലും ഞാൻ കൊണ്ടുവന്ന ഒരു ആത്മാവിനെ തിരിച്ചു തരില്ല. നീ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നിന്റെ മോളുടെ ആത്മാവിനെ ഞാൻ നോക്കിക്കോളാം. എന്നാൽ വീണ്ടും ലൂയിസ് കരയാൻ തുടങ്ങുകയാണ്. എന്റെ മകള് അവള് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ലൊരു ലൈഫ് ഇന്നേ വരെ അവൾക്ക് കിട്ടിയിട്ടില്ല. ജനിച്ചതു മുതൽ അവൾക്ക് ദുരിതമാണ്. ഈ ലോകം അതെന്താണെന്ന് പോലും എന്റെ മോൾ അറിഞ്ഞിട്ടില്ല. അവളുടെ ജന്മം തന്നെ അവൾക്കൊരു ശിക്ഷയാണ്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ശിക്ഷ ഇനി നിങ്ങൾ കൊടുക്കരുത്. ദയവ് ചെയ്തിട്ട് അവളുടെ ആത്മാവിന് വിട്ടോ. നിങ്ങൾക്ക് വേണ്ടത് ഒരു ആത്മാവാണെങ്കിൽ എന്റെ ആത്മാവിനെടുത്തോ. നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ലൂയിസ് ഭയങ്കരമായിട്ട് കരഞ്ഞു പറയാണ്. അങ്ങനെ അവസാനം അവളുടെ ആ ഒരു സങ്കടത്തിന്റെ മുന്നിൽ കാട് കാക്കുന്ന ആ ഒരു പിശാച് പറയാണ്, ശരി നിന്റെ മകളുടെ ആത്മാവിന് വിടാം, പക്ഷെ നീ ഇവിടെ നിൽക്കണമെന്ന്. ലൂയിസ് സമ്മതിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞു. ഇപ്പൊ എൽസിയും ബാക്കിയുള്ള എല്ലാവരും അവിടെ ഒരു മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹന്ന കണ്ണ് തുറക്കുന്നുണ്ട്. എന്നാൽ ലൂയിസ് കണ്ണ് തുറക്കുന്നില്ല. ലൂയിസിന്റെ ആത്മാവിനെ എന്നേക്കുമായിട്ട് ആ ഒരു പിശാച് ആത്മാക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കുള്ള ലോകത്തിൽ അവളുടെ ശരീരം മരിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. നമ്മുടെ ഹന്നയും ഭയങ്കരമായിട്ട് കാര്യമാണ്. എന്തായാലും കുറച്ച് നാളുകൾ കഴിഞ്ഞു. ലൂയിസിന്റെ ആഗ്രഹം പോലെ തന്നെ ഹന്നയുടെ കണ്ണിന്റെ സർജറി കഴിഞ്ഞു. അവളുടെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കണ്ണിന്റെ ആ ഒരു കെട്ടഴിക്കുന്ന സമയത്ത് അവൾ ആദ്യം കാണുന്നത് ലൂയിസിനെ തന്നെയാണ്. എന്നാൽ അതൊരു തോന്നലായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആഷ്ലി ഉണ്ടല്ലോ, അമ്മയുടെ ഫോട്ടോ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത്, മോളെ ഇതാണ് നിന്റെ അമ്മ, നീ ആദ്യം കാണേണ്ടത് നിന്റെ അമ്മയെ തന്നെയാണ്. അമ്മയുടെ മുഖം കണ്ട് ഹന്നയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ഇപ്പൊ അവളെ കെട്ടിപ്പിടിച്ച് ആഷ്ലി പറയാണ്, മോള് പേടിക്കണ്ട, മോളെ എന്റെ സ്വന്തം മോളായിട്ട് ഞാൻ നോക്കിക്കോളും, ഇനി മോളുടെ അമ്മ ഞാനാണ്. അങ്ങനെ ആഷ്ലിയെ കെട്ടിപ്പിടിച്ച് ഹന്ന
കരയാണ് കേട്ടോ. എന്തായാലും അവൾക്ക് അവളുടെ കാഴ്ച തിരിച്ചു കിട്ടി. പക്ഷേ മകളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ലൂയിസ് അവളുടെ ലൈഫ് എന്താക്കി ത്യാഗം ചെയ്തു. ഇന്നും കാട് കാക്കുന്ന ആ പിശാചിന്റെ ആത്മാക്കളുടെ തടവറയിലാണ് ലൂയിസിന്റെ ആത്മാവുള്ളത്. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. നമ്മുടെ നാട്ടിൽ സുമതി വളവുമായി ബന്ധപ്പെട്ട കുറേയധികം ആത്മാക്കളുടെ കഥയൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലുള്ള അലാസ് റൊബാൻ എന്ന് പേരുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ അതിന് ബേസ് ചെയ്തെടുത്ത ഒരു സിനിമയാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം സത്യമാണോ ഇല്ലെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു കഥ അത്ര തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.